നമസ്കാരം, സുഖിച്ചിരിക്കുന്നോ? എങ്ങനെയുണ്ട് സിനിമ കണ്ട്? നിങ്ങൾ പറയൂ, എങ്ങനെയുണ്ട് സിനിമ കണ്ടത്? നമ്മളൊക്കെ ഒരു പാസിംഗ് ആയി കുറച്ച് വന്നു, നമ്മൾ ആ ഒരു സിനിമേൻ്റെ ഒരു ട്രാവലിൻ്റെ ഒരു ഭാഗമായിരുന്നേ ഉള്ളൂ. നമ്മൾ ഭയങ്കരമായിട്ടും നമുക്ക് കൂടുതലല്ല, പക്ഷേ എന്നാലും അതിൻ്റെ ഒരു പാർട്ടാവാം. എക്സ്പെഷ്യലി ഒരു നടന്ന കഥയാണല്ലോ, അപ്പോൾ അതിൽ നമ്മൾ വിൻറ്റേജ് സാറിനൂടെ കഥ പറയാൻ സഹായിക്കുക എന്നുള്ളതായിരുന്നു. എങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടമായോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കോമഡിയൊക്കെ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് എങ്ങനെ? നമുക്കിട്ടാണല്ലേ ലാസ്റ്റ് നമ്മളുടെ അടുത്ത് എന്തെങ്കിലും എനിക്ക് നന്നായിട്ട് തോന്നി. അല്ല, ധ്യാൻ ചേട്ടൻ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു ജോണർ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നില്ല. അതുപോലെ അവരുടെ ഒരു മുകേഷ് സാറിൻ്റെയും ധ്യാൻ ചേട്ടൻ്റെയും ഒരു കോമ്പിനേഷൻ ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളുടെ ആ പാട്ട്, അല്ലേ? ആ പാട്ട് നന്നായിട്ടില്ലേ? അത് ഹിറ്റാവണ്ടേ അല്ലേ? എനിക്കത് ഇഷ്ടമായി. നല്ല രസമായിട്ട് ഞങ്ങൾ ആ സോങ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവട്ടെ. ഇനിയും നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റട്ടെ, അല്ലേ? അപ്പോൾ ഇനിയും നിങ്ങളെയൊക്കെ കാണാൻ പറ്റട്ടെ. ഈ സിനിമ കാണാനുള്ള പ്രേക്ഷകരോട് എന്താണ് പറയുന്നത്? എല്ലാവരും വന്ന് കാണാൻ. എല്ലാവരുടെയും ജിന്ദഗി സൂപ്പർ ആവട്ടെ, സൂപ്പർ ജിന്ദഗി ആവട്ടെ. മറ്റു വിശേഷങ്ങൾ എന്തൊക്കെയാണ്? എൻ്റെ വിശേഷം ഇപ്പോൾ ഒരു വെബ് സീരീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഉയരെ ചെയ്തില്ലേ, മനോജ് ചോഗൻ സാറിൻ്റെ ഐ ടീമിൻ്റെ കൂടെ ഒരു പോലീസായിട്ട് ചെയ്യുന്നു. പിന്നെ ഒരു തെലുഗു ഫിലിം അതിനിപ്പോൾ ഒക്ടോബറിൽ റിലീസാവും. ദാറ്റ് ഇസ് മൈ ഫസ്റ്റ് ഡെബ്യൂ ഇൻ തെലുഗു. പിന്നെ മലയാളം ഇപ്പോൾ ഉയരേൻ്റെ ഒരു ടീമിൻ്റെയാണ്. പിന്നെ കുറച്ച് പ്രൊജക്ട്സ് വരുന്നുണ്ട്. അതെന്തായാലും വലിയ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ആൻഡ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന്. ഹാവ് എ ഗുഡ് ഡേ. എനിക്ക് തോന്നുന്നു ഓഡിയൻസിന് നന്നായി ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. എനിക്കും ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ സിനിമ? കണ്ടില്ല? ഓക്കെ, ഇപ്പം എന്തായാലും അടുത്ത ഷോ പോയി കാണണം. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ബിക്കോസ് ഒട്ടും ലാഗ് ഇല്ലാതെ കംപ്ലീറ്റ് ആയിട്ടൊരു എൻ്റർടൈനിങ് സിനിമയാണ്. ആൻഡ് നമ്മളിപ്പം കലേഷ് പറഞ്ഞ പോലെ ഇപ്പം കണ്ട സിനിമകളിൽ നിന്ന് കുറച്ചൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു പാറ്റേൺ, ഒരു ലൈക്ക് റിയലിസ്റ്റിക് സ്റ്റോറി ആണെങ്കിലും ഒരു കമേഴ്ഷ്യൽ രീതിയിലും നല്ല കോമഡി ടൈമിങ്. അതൊരു ഫോഴ്സ്ഡ് അല്ലാത്ത ഒരു നാച്ചുറലായിട്ടുള്ളൊരു കോമഡി ടൈമിങ്. ആക്ഷനും കോമഡി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒട്ടും നമ്മളൊരു സിനിമാറ്റിക് ആയിട്ടല്ല ചെയ്തല്ല, നാച്ചുറലായിട്ടുള്ള സീക്വൻസ്. പക്ഷേങ്കിൽ വളരെ നല്ല ടൈമിങ്. എല്ലാവരും ചിരിക്കുന്നുണ്ടായിരുന്നു, ക്ലാപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഐ തിങ്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. കാണാത്തവരെല്ലാവരും പോയി കാണണം, അഭിപ്രായം പറയണം. കണ്ടു. എല്ലാം മനസ്സിലായെന്ന് അറിയില്ല, പക്ഷേ മനസ്സിലായതെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഡാൻസ് ലൈക്ക് കോമഡിയും ക്യാരക്ടറും എല്ലാം സ്മൂത്ത് ചെയ്യുന്നൊരു പടം നല്ല സിനിമയായിരുന്നു. നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള മലയാളം മൂവീസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കമ്പാരിറ്റീവ്ലി നല്ല രസമുണ്ട്. ഫാമിലി എല്ലാവർക്കും വന്ന് കാണാൻ പറ്റിയ സിനിമയാണ്. എന്തുകൊണ്ടും നല്ലൊരു മൂവിയാണ്. മൂവിയുടെ ആ ഒരു സിറ്റുവേഷൻ, അതായത് അതിൻ്റെ ലൊക്കേഷൻ ഫുള്ള് നമുക്ക് കാട് ബേസ് ചെയ്തിട്ട് വരുന്ന ലൊക്കേഷൻ. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും നല്ല രസമാണ് കണ്ടിരിക്കാനായിട്ട്. സീരിയസ് മൂവിയായിരുന്നു, പക്ഷേ അത് നല്ല കോമഡി ആയിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കാസ്റ്റിങ്ങും എല്ലാവരും അവരുടെ ഒരു റോൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് എ മസ്റ്റ് വാച്ച്. യെസ്, ഓഫ് കോഴ്സ് നന്നായിട്ടുണ്ട്. ഓ യെസ്, നന്നായിട്ട്. രണ്ടും ഇഷ്ടമാണ്. നന്നായിട്ടുണ്ട് എന്തായാലും. താങ്ക് യു. ധ്യാൻ്റെയും നമ്മുടെ മുകേഷിൻ്റെയും കോമ്പിനേഷൻ നല്ല തമാശ. മുകേഷ് നല്ലൊരു ഫൺ വൈബുള്ളതായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സുരേഷ് കൃഷ്ണനാണ്. സെക്കൻഡ് ഹാഫ് ക്ലൈമാക്സ് അടുത്താണ് സുരേഷ് കൃഷ്ണൻ വരുന്നത്. അത്യാവശ്യം മാസീവ് എന്നൊരു പൊട്ടൻ കഥാപാത്രം, പക്ഷെ പുള്ളി ഒരു നല്ല വൈബായിരുന്നു. സിനിമാറ്റോഗ്രഫി നല്ല രസമുണ്ടായിരുന്നു. ബാക്കി നോക്കുവാണെങ്കിൽ ജസ്റ്റ് ഒരു വൺ ടൈം വാച്ചപ്പോൾ നമുക്കൊരു കണ്ട് ചിരിച്ച് മറന്നാകാൻ പറ്റിയൊരു ധ്യാൻ പടം. മറ്റൊരു വെള്ളിയാഴ്ച മറ്റൊരു ധ്യാൻ പടം. പറഞ്ഞു പ്രൊമോട്ട് ചെയ്തപ്പോൾ പറഞ്ഞ കാര്യം ശരിക്കും നടന്ന സ്റ്റോറി അതേപോലെ തന്നെ അല്ല, എനിക്ക് തോന്നുന്നു ഒരുപാട് ഇൻസിഡൻസ് പറ്റി പറഞ്ഞാൽ നമ്മൾ കള്ളപ്പണമല്ല സ്വർണം തട്ടിപ്പ്, നിധി കിട്ടി, അത് റിലേറ്റഡായിട്ട് നമ്മുടെ നാട്ടിലല്ലേ പുറത്ത് ഈ പറഞ്ഞ കർണാടക ആ ഒരു ഇൻസിഡൻസ് കുറേ നടന്ന സംഭവങ്ങളുടെ ഒരു എസൻസ് എടുത്തിട്ട് അത് ഒരു മൂവി രീതിയിലാക്കി വെച്ചേക്കാണ്. ക്ലൈമാക്സ് ഒക്കെ അത്യാവശ്യം കൊള്ളായിരുന്നു, കുഴപ്പമില്ലായിരുന്നില്ല. അപ്പോൾ ആ ഒരു ധ്യാൻ്റെ കോമഡി ചില വർക്കായി, ചിലത് എനിക്ക് തോന്നുന്നു ധ്യാൻ നമ്മുടെ എനിക്ക് തോന്നിയിട്ട് ഇതിനകത്ത് കുറച്ചുകൂടി തടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ മറ്റേ പുതിയ പടത്തിലൊക്കെ കുറച്ചുകൂടി മെയിനാണ്. എനിക്ക് കുറച്ച് പണ്ട് ഷൂട്ട് ചെയ്യാനറിയില്ല. സോ ഒരു ക്ലൈമാക്സിനൊക്കെ കുറച്ച് കോമഡി പോലെ അത്, പക്ഷേ കുഴപ്പമില്ല. ജസ്റ്റ് ഒന്ന് കണ്ടു വർക്കാൻ പറ്റിയൊരു ധ്യാൻ പടം. ഈ മുകേഷിനും ധ്യാനോടുള്ളൊരു കോംബോ അവരുടെ കോംബോ നല്ല രസമുണ്ടായിരുന്നു. മുകേഷ് ധ്യാൻ പിന്നെ നമ്മുടെ ജോണി ആൻഡ്രി വരുന്നുണ്ട്, രസമുണ്ടായിരുന്നു. ചെറിയ കോമഡീസ്. സുരേഷ് കൃഷ്ണനാണ് ഏറ്റവും പൊളിച്ചത്. ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റിയ ഫാമിലി ആയിട്ട് വന്ന് ജസ്റ്റ് ഒരു
ജസ്റ്റ് ഒരു ചിൽ പടം, വലിയ എക്സ്പെക്ടേഷൻ ഒന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ടൈം പാസ് മൂവി. എങ്ങനെയുണ്ട്? പടം അടിപൊളിയാണ്. നിങ്ങളൊക്കെ കണ്ടിട്ടല്ലേ പറയണ്ടേ. നല്ല ഒരു കോമഡി ആൻഡ് സസ്പെൻസ് എൻ്റർടൈനർ. നമ്മളൊക്കെ കണ്ടിട്ടുള്ള കുറേ അധികം സിനിമകളില്ലേ ഇതുപോലത്തെ. അത് 90s-ലും 2000s-ലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കുറച്ചുകൂടി നമ്മൾ റിയലിസ്റ്റിക് സിനിമയിലേക്കാണ് പോയിരിക്കുന്നത്. പക്ഷെ അത് ഇപ്പോൾ ഇങ്ങനത്തെ കുറച്ച് സിനിമകൾ വരുമ്പോഴത്തേക്കും നമുക്ക് നല്ലപോലെ എന്താ പറയുക, എൻ്റർടൈനിങ് ആയിട്ടുള്ള കോമഡി ഉണ്ട്, കുറച്ച് സസ്പെൻസ് ഉണ്ട്, ഡ്രാമയുണ്ട്, ആക്ഷനുണ്ട്, ഫൈനൽ ഫൈറ്റൊക്കെ ഉണ്ടായിരുന്നു ക്ലൈമാക്സിൽ. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. കണ്ടവരും ആക്ച്വലി നല്ലപോലെ ചിരിക്കുന്നുണ്ട്. ഇപ്പം സുരേഷ് കൃഷ്ണ സാറിനെയൊക്കെ നമുക്ക് വേറെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു രീതിയിലുള്ള ഒരു എന്താ പറയണ്ടേ ക്യാരക്ടറായിരുന്നു. പിന്നെ ധ്യാനിൻ്റെ ഒപ്പം മുകേഷ് ചേട്ടൻ പഴയ ആ ഒരു കോമഡി ടൈമിങ്ങും എല്ലാം വെച്ചിട്ട് ശരിക്കും ഭയങ്കര എൻ്റർടൈനിങ് ആയിരുന്നു സിനിമ. എല്ലാവരും കാണും. നല്ലൊരു ടൈം പാസ് എൻ്റർടൈനറായിരുന്നു. താങ്ക് യു.